ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു nisharosekitchen. ഇത് കണ്ടോ, നമ്മുടെ ക്യാഷനട്ടിനൊക്കെ, അതായത് കപ്പലുമാങ്ങ പഴം പോലെ ഇരിക്കുന്ന ഈ പഴം, ഇതാണ് കർണാടകത്തിലുള്ള ചാമ്പങ്ങ. ഇതിന് കർണാടകക്കാർ പനീർക്കായ എന്ന് പറയും. കണ്ടോ, നല്ല കളറാണ് ഇതിന്. നമ്മുടെ ചാമ്പങ്ങയ്ക്ക് വേറൊരു കളറാണ്. ഇതിൻ്റെ കളറ് കണ്ടോ. ഇതിൻ്റെ മരവും നമുക്ക് കാണാം. കണ്ടോ, അതിനകത്ത് ചെറിയ കായ്കൾ നിൽക്കുന്നുണ്ടോ. അതുപോലെ മരവും എല്ലാം നമുക്ക് നോക്കാം. കായ്ച്ചു നിൽക്കുന്ന പനീർ മരം നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ ചാമ്പങ്ങ എന്ന് പറയുന്ന ഈ മരം നമുക്ക് കാണാം. കേട്ടോ, ഇതിൻ്റെ ഇല കണ്ടോ. മരം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല കുറ്റി ചെടി പോലെ പടർന്ന് നിൽക്കുന്നുണ്ടോ. നല്ല കുറ്റിച്ചെടി പോലെ പടർന്ന് നല്ല റൗണ്ടായിട്ട് നിൽക്കുന്ന ഈ മരമാണ് പനീർ മരം. ഇപ്പോൾ ഇത് കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കായ്ക്കുമ്പോഴത്തേക്കും ഇത് നിറയെ, ഇതിൻ്റെ ചാക്കുകളിലെല്ലാം നിറയെ നമ്മുടെ നാട്ടിലെ ചാമ്പങ്ങ പോലെ തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും. നമുക്ക് 3 ചാമ്പങ്ങയിട്ട് നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ ചാമ്പങ്ങ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചാമ്പങ്ങയാണിത്. അപ്പം നമുക്കിതൊന്ന് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ 3 ചാമ്പങ്ങ പീസുകളാക്കി വെച്ചിരുന്നത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇത്രയും ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ വീണ്ടും അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ജ്യൂസിന് നമ്മൾ എന്തുമാത്രം വെള്ളം ഒഴിക്കുന്നോ അത്രമാത്രമാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഐസ്ക്രീമായിട്ടും ജ്യൂസായിട്ടും ജാമായിട്ടും എല്ലാം നമുക്കുണ്ടാക്കാം. വെറുതെ ഇത് ഒരുപാട് മരം നിറയെ ഇത് ഒരുപാട് കായ്ക്കും. അപ്പോൾ ഒരുപാട് ഇത് തറയിൽ വീണൊക്കെ വേസ്റ്റായി കളയാതെ നമുക്ക് ഈ വെക്കേഷനിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ജ്യൂസായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. വളരെ നല്ലതാണിത്. ഇത് തയ്യാറാക്കിയ ഉടൻ തന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഷുഗർ ഇടുന്നതുകൊണ്ട് ഷുഗർ പേഷ്യൻ്റൊന്നും ഇത് കുടിക്കാൻ പാടില്ല. ഇത് വെറുതെ തിന്നുന്നത് ഷുഗർ പേഷ്യൻറ്റിന് നല്ലതാണ്. ജ്യൂസ് അടിക്കുമ്പോൾ ഷുഗർ ഇടുന്നത് കൊണ്ട് അവർക്കിത് കുടിക്കാൻ പാടില്ല. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഈ ജ്യൂസാണിത്. ഇപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പകുതി ലെമൺ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളി വേണ്ട, അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂൺ ലെമണിൻ്റെ ജ്യൂസ് മതിയാവും. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്